പാപ്പൻ പറഞ്ഞ പോലെ യാത്രകൾ പലപ്പോഴും അത്ര സുഗമമാവണമെന്നില്ല. ഇന്ന് ഞങ്ങൾക്ക് അതുപോലെ വലിയൊരു പണി കിട്ടി. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ഒരു എൻജിൻ വാർണിംഗ് സൈൻ. ഇത് വെച്ചിട്ട് ഇവിടെ ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല. നമ്മൾ കേരളത്തിലുള്ള സർവീസ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ടെങ്കിലും അവർക്ക് നമ്മളെ സഹായിക്കാനായില്ല. അങ്ങനെ നമ്മൾ ഗൈഡിൻ്റെ ഹെൽപ്പോടു കൂടി ഇവിടെ തിമ്പൂലുള്ള ഒരു സർവീസ് സെൻറ്റർ കണ്ടെത്തി. ആദ്യത്തെ സർവീസ് സെൻറ്ററിൽ പോയപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു അത് അവിടെ പറ്റില്ല എന്നുള്ളതും അവർ മറ്റൊരു സർവീസ് സെൻറ്റർ സജസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അവിടെയുള്ള ആളുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയായിട്ട് വേഗം ഓടി വന്നിരുന്നു. നമ്മൾ പറഞ്ഞു നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നതാണ്, നമുക്ക് ഇത് വെച്ചിട്ട് അധികം നേരം ഇവിടെ യാത്ര ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് എന്നുള്ളതൊക്കെ. നമ്മുടെ വാഹനത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അവർ നമ്മളെ ടെക്നിക്കലി പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഈ മഹീന്ദ്ര സ്കോർപിയോ എൻ പോലുള്ള ഡീസൽ വാഹനങ്ങളിൽ സാധാരണയായിട്ട് പ്രശ്നം എൻജിനിലല്ല, DPFലാണ്, ഡീസൽ പെർട്ടിക്കുലേറ്റ് ഫിൽറ്ററിൽ. നമ്മൾ ഒരുപാട് കാലം ഇത് 50-60 km/h വേഗതയിൽ ഓടിക്കുമ്പോൾ എക്സോസ്റ്റ് ടെമ്പറേച്ചർ കുറവായിരിക്കും. അതുകൊണ്ട് ഈ ഫിൽറ്ററിൽ കരി അടിഞ്ഞുകൂടുകയും അത് സ്വന്തം നീക്കം ചെയ്യാനുള്ള റീജനറേഷൻ പ്രോസസ്സ് ശരിയായിട്ട് നടക്കാതെ പോവുകയും ചെയ്യുന്നു. ഇതോടുകൂടി ഇതിൻ്റെ സൂട്ട് ലോഡിംഗ് വർദ്ധിക്കും. ഇങ്ങനെ തുടർന്ന് എൻജിൻ വാർണിംഗ് ലൈറ്റ് വരാം, അല്ലെങ്കിൽ എമിഷൻ സിസ്റ്റം വാർണിംഗ് ലൈറ്റും വരാം. അതുകൊണ്ട് തന്നെ 80-100 km/h വേഗതയിൽ ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ റീജനറേഷൻ പ്രോസസ്സ് നടക്കുകയും സൂട്ട് ലോഡിംഗ് പ്രോസസ്സ് പ്രോപ്പറായി നടക്കുകയും ചെയ്യും. നമ്മൾ വളരെ ചുരുങ്ങിയ ദിവസം മാത്രമല്ലേ ഇവിടെ യാത്ര ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇത് വലിയ കാര്യമാക്കണ്ട എന്നുള്ളതും, ഇന്ത്യയിലെത്തി ഹൈവേകളിലൂടെ അത്യാവശ്യം സ്പീഡിൽ ഓടിക്കുമ്പോൾ ഇത് തന്നെ ശരിയായിക്കോളും എന്നും പറഞ്ഞ് അവർ നമ്മളെ തിരിച്ചയച്ചു. നമ്മുടെ ഇത്രയും നാളത്തെ ദൂരയാത്രയ്ക്കിടയിൽ ഈ വാഹനം നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള ക്ഷീണമോ ഒന്നും നമുക്ക് തോന്നിയിട്ടില്ല. നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസും കൂടിയാണ് ഈ വാഹനം നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടുത്തെ സർവീസ് സെൻറ്ററിലുള്ളവർ നമ്മളെ നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. കേരളത്തിലെ ചില സർവീസ് സെൻറ്ററുകളിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാഹനത്തിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എങ്കിലും ഈ വാഹനം 50 മുതൽ 60 km/h വേഗതയിൽ ഓടിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതല്ല അത്രേ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചാൽ ഇതിന് ഇങ്ങനെ ഒരു പ്രോബ്ലം കൂടെ വരാമെന്നുള്ളതും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. യാത്രകളും യാത്രാവിശേഷങ്ങളും തുടരും.